അങ്ങയുടെ മൂക്കിന് കീഴെ ഇത്തരത്തിലുള്ള കള്ള സർട്ടിഫിക്കറ്റുകൾ, വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ തേടുന്നുവെന്ന് അങ്ങേക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് അങ്ങേ പോലുള്ള ആളുകൾ അതിന് തടസ്സം നിന്നില്ല, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ വിധിച്ചില്ല? ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിനെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അനുകരിച്ചുകൊണ്ട് ഭാരതീയ എന്നതിന് പകരം നശിപ്പിക്കാനാവാത്ത ജീവിയായ കോക്രോച്ച് എന്ന പ്രതീകം ഉപയോഗിച്ചതിലൂടെ ഈ പേര് തന്നെ ഒരു ശക്തമായ രാഷ്ട്രീയ പരിഹാസമായിട്ട് മാറി. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ചീഫ് ജസ്റ്റിസ് വിരമിച്ചു കഴിഞ്ഞപ്പോൾ ആ കളവനെ പിടിച്ച് വീണ്ടും രാജ്യസഭയുടെ അംഗമാക്കി. കാരണം ആ കളവൻ ഈ പാർട്ടിക്ക് വേണ്ടി, സാമ്പ്രദായ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു. ഏവർക്കും സ്നേഹവന്ദനം. അച്ഛന്മാരും മെത്രാന്മാരും ഒന്നും ഒരു കാരണവശാലും രാഷ്ട്രീയം പറയരുത് എന്ന് പല ആളുകളും വാദിക്കാറുണ്ട്. പ്രത്യേകിച്ച് സാമ്പ്രദായിക രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ചില ആളുകൾക്ക് എതിരെ സംസാരിക്കുമ്പോൾ, അവരുടെ ചെയ്തികൾക്കെതിരെ സംസാരിക്കുമ്പോൾ അത്തരക്കാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം, നിങ്ങൾ മതപരമായ കാര്യങ്ങൾ നോക്കിയാൽ പോരെ, എന്തിനാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നോക്കുന്നതെന്ന്. രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്ത, രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം പോലും അറിയാത്ത അത്തരം ആളുകളോട് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണം എന്നുള്ളതാണ്. രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, പ്രവർത്തിക്കുവാനും ഉത്തരവാദിത്വമുള്ള ഒരു വിഭാഗമാണ് അച്ഛന്മാരെന്ന് പറയുന്നവർ, മെത്രാന്മാരെന്ന് പറയുന്നവർ. അവർക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കണം, രാഷ്ട്രീയം പറയണം. കാരണം നീതിബോധമുള്ള രാഷ്ട്രീയം സമൂഹത്തിലേക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടുന്നത് അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പറഞ്ഞേ പറ്റൂ, പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, രാഷ്ട്രീയമെന്ന് പറയുന്നത് സാമ്പ്രദായികമായിട്ടുള്ള നിങ്ങളുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. മറിച്ച് രാഷ്ട്രത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഫലപ്രദമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയുടെ ആധുനിക രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഊണിലും ഉറക്കത്തിലും ഒക്കെ നമ്മൾ വീക്ഷിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, സാമ്പ്രദായിക രാഷ്ട്രീയത്തിന് വന്ന ഇടിവുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ സശ്രദ്ധം ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ചില വീഡിയോകൾ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ചില സ്നേഹിതന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. നമുക്കറിയാവുന്ന പോലെ ആക്ഷേപഹാസ്യം, ഐക്യദാർഢ്യം, ഡിജിറ്റൽ യുഗത്തിലെ പ്രതിഷേധ രാഷ്ട്രീയത്തിൻ്റെ പുനർരൂപീകരണമാണ് വാസ്തവത്തിൽ CJP അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ആധുനിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാര കേന്ദ്രങ്ങൾ പലപ്പോഴും യുവജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും അവരെ എപ്പോഴും ഓൺലൈനിൽ സമയം കളയുന്നവർ എന്ന തരത്തിൽ അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2026 ഈ വർഷത്തിൽ തന്നെ ഈ പ്രവണതയെ തലകീഴായിട്ട് മറിച്ചിട്ട ഒരു അസാധാരണ രാഷ്ട്രീയ സംഭവവികാസത്തിന് സാക്ഷിയായി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. 2026 മെയ് 16 രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി ആയിട്ടല്ല എന്നുള്ളത് നമുക്കറിയാം. മറിച്ച് മീം സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള, മീം സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർനെറ്റിൽ കൂടെ തമാശകൾ പറഞ്ഞുകൊണ്ട്, അവഹേളനം മാത്രമല്ല, ആളുകളെ അട്രാക്ട് ചെയ്യത്തക്കവണ്ണം ചില തമാശ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, അങ്ങനെ അതിനെയാണ് നമ്മൾ മീം സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ മീം സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ശക്തമായ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ഇന്ത്യൻ പൊതുസമൂഹത്തിലേക്ക് CJP കടന്നു വരുന്നത്. ഡിജിറ്റൽ സൃഷ്ടിപരതയും യഥാർത്ഥ സാമൂഹിക അസ്വസ്ഥതയും ചേർന്നാണ് ഈ പ്രസ്ഥാനം ജനിച്ചതെന്നുള്ളത് നമ്മളെല്ലാം ഇതിനോടകം മനസ്സിലാക്കിയവരാണ്. ഒരു അപമാന പദത്തെ അഭിമാനത്തിൻ്റെ പ്രതീകമാക്കി മാറ്റിയ ഈ പ്രസ്ഥാനം യുവജനങ്ങൾ നയിച്ച രാഷ്ട്രീയ സജീവതയുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവായിട്ട് മാറുകയും ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. നമ്മുടെ ആദരണീയനായിരിക്കുന്ന ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശത്തിൽ നിന്ന് ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് ഇത് വരികയാണ്. 2026 മെയ് 15 നടന്ന സുപ്രധാനമായ ഒരു നിയമ നടപടിക്കിടെയാണ് CJPയുടെ ജനനത്തിന് വഴിയൊരുക്കിയത്. അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ശ്രീ സൂര്യകാന്ത് ഒരു വാക്ക് പറയുണ്ടായി. തൊഴിലില്ലായ്മ അനുഭവിക്കുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പൗരപ്രവർത്തനങ്ങളിലും സാമൂഹ്യ വിമർശനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ചില യുവാക്കളെ കോക്രോച്ചുകൾ അല്ലെങ്കിൽ പാറ്റകൾ എന്നും സമൂഹത്തിൻ്റെ പരാന്നഭോജികൾ എന്നും വിശേഷിപ്പിച്ചു എന്ന വിവാദം നമ്മളെല്ലാം കേൾക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഈ പരാമർശം തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന എല്ലാ യുവാക്കളെയും ലക്ഷ്യമിട്ടതല്ല, വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ചിലരെയാണ് ഉദ്ദേശിച്ചതെന്ന് വിശദീകരിച്ചെങ്കിലും അവിടെയും ചില ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. അങ്ങ് ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന ഈ രാജ്യത്ത് സുപ്രീം കോടതിയുടെ പരമോന്നത ജഡ്ജിയായിരിക്കുന്ന അങ്ങയുടെ മൂക്കിന് കീഴെ ഇത്തരത്തിലുള്ള കള്ള സർട്ടിഫിക്കറ്റുകൾ, വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് അതിൻ്റെ
അടിസ്ഥാനത്തിൽ തൊഴിൽ തേടുന്നുവെന്ന് അങ്ങേക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് അങ്ങേ പോലുള്ള ആളുകൾ അതിന് തടസ്സം നിന്നില്ല, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ വിധിച്ചില്ല? അപ്പോൾ അങ്ങ് കൂടെ അതിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല സപ്പോർട്ട് ചെയ്യുകയും കൂടെ ആയിരുന്നില്ലേ? എന്ത് നാണം കെട്ട ഒരു പരാമർശമാണ് അങ്ങയുടെ അതിരങ്ങളിൽ നിന്ന് വന്നതെന്ന് ഈ ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുവരെ മാനസികമായി ആ പരാമർശം വലിയ മുറിവേൽപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം. അനേക ചെറുപ്പക്കാരെ അത് മുറിവേൽപ്പിച്ചു. അദ്ദേഹം ഉദ്ദേശത്തോടെ അല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് അനേക ചെറുപ്പക്കാരുടെ മനസ്സിനെ നന്നായിട്ട് മുറിവേൽപ്പിച്ചു. കാരണം കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു വന്ന അനേക ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. അപ്പോൾ ആ തൊഴിലില്ലാത്ത ആളുകളെയൊക്കെ പരാന്നഭോജികൾ എന്നൊക്കെ പറയുമ്പോൾ, വെറും കൊക്രോച്ചുകൾ എന്നൊക്കെ വിളിക്കുമ്പോൾ ആർക്കായാലും കോപം വരും. അത് കേട്ട എനിക്ക് തന്നെ സങ്കടം തോന്നി. അങ്ങയെക്കുറിച്ച് എനിക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിഞ്ഞുകൂടാ. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകുമോ എന്നുള്ള ഭയമൊക്കെ പലർക്കും ഉള്ളതുപോലെ എനിക്കുമുണ്ടെന്ന് വിചാരിച്ചു. സാമ്പത്തിക അനിശ്ചിതത്വവും സ്ഥാപനങ്ങളുടെ അനാസ്ഥയും നേരിടുന്ന ലക്ഷക്കണക്കിന് വിദ്യാഭ്യാസമുള്ള തൊഴിലില്ലാത്ത യുവാക്കൾ ഈ പരാമർശത്തെ വ്യക്തിപരമായിട്ടുള്ള അപമാനമായിട്ട് തന്നെയാണ് സ്വീകരിച്ചത്. അതിനെ അങ്ങ് എത്ര തിരുത്താൻ ശ്രമിച്ചാലും അത് തിരുത്തപ്പെടുകയില്ല എന്നുള്ളത് അങ്ങയുടെ അറിവിലേക്ക് അറിയിക്കുകയാണ്. ഈ സാഹചര്യത്തെ രാഷ്ട്രീയ ആശയവിനിമയ വിദഗ്ധനായ അഭിജിത്ത് വളരെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി. നമുക്കറിയാം, അഭിജിത്ത് അതിവേഗത്തിൽ ഈ കാര്യത്തിൽ ഇടപെട്ട വ്യക്തി. വെറും 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയം ഓൺലൈനിൽ കൂടെ അവതരിപ്പിച്ചു. കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ എഐയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ദൃശ്യരൂപങ്ങളും വൈറൽ പ്രചാരണ രീതികളും ഉപയോഗിച്ച് മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്ന പരിഹാസാത്മക മുദ്രാവാക്യത്തോടുകൂടി ഒരു ഗൂഗിൾ ഫോം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിനെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അനുകരിച്ചുകൊണ്ട് ഭാരതീയ എന്നതിന് പകരം നശിപ്പിക്കാനാവാത്ത ജീവിയായ കോക്രോച്ച് എന്ന പ്രതീകം ഉപയോഗിച്ചതിലൂടെ ഈ പേര് തന്നെ ഒരു ശക്തമായ രാഷ്ട്രീയ പരിഹാസമായിട്ട് മാറി. പ്രത്യയശാസ്ത്രം, സൗന്ദര്യശാസ്ത്രം, 5 പോയിന്റ് പ്രഖ്യാപന പത്രം ഒക്കെ അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. മതനിരപേക്ഷം, സോഷ്യലിസം, ജനാധിപത്യപരവും മടിയന്മാരുടേതും എന്ന സ്വയം പരിഹാസപരവും അതേസമയം വെല്ലുവിളി ഉയർത്തുന്നതുമായ മുദ്രാവാക്യത്തോടെയാണ് CJP പ്രവർത്തനം ആരംഭിച്ചത്. ഇന്റർനെറ്റ് മീം സംസ്കാരത്തിന്റെ സൗന്ദര്യശാസ്ത്രം അതിവിദഗ്ധമായിട്ട് ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അസാധാരണമായ ഡിജിറ്റൽ വളർച്ച കൈവരിച്ചത് നമ്മൾ കാണുകയുണ്ടായി. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 20 ലക്ഷത്തിലധികം അനുയായികൾ ലഭിച്ചു എന്നത് ഇന്ത്യയിലെ സ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ച് BJP പോലെയുള്ള പാർട്ടികളുടെ ഔദ്യോഗിക മാധ്യമ സാന്നിധ്യത്തെയും മറികടക്കുന്ന നേട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നർമ്മത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും പിന്നിൽ ഗൗരവമേറിയ സാമൂഹ്യ വിമർശനങ്ങളാണ് ഒളിഞ്ഞിരുന്നതെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. CJPയുടെ അനൗപചാരിക പ്രഖ്യാപന പത്രം സ്ഥാപനങ്ങളോടുള്ള ജനങ്ങളുടെ അസംതൃപ്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് താഴെ പറയുന്ന ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചത്. ഒന്ന്, പൊതുപണത്തിന്റെ ഉപയോഗത്തിൽ സമ്പൂർണ്ണ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക. ഇത് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ കൊള്ളും. അതിന്റെ വിശദീകരണമൊക്കെ പിന്നാലെ ഞാൻ പറയാം. സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യമില്ലായ്മ സംവിധാനങ്ങളെ കർക്കശമായിട്ട് പരിശോധിക്കുക. അതേപോലെ തന്നെ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാരെ രാജ്യസഭ പോലുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളിലേക്ക് നിയമിക്കുന്ന പ്രവണത നിരോധിക്കുക. ഇത് ആ ചെറുപ്പക്കാർ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമുക്കറിയാം, സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ചീഫ് ജസ്റ്റിസ് വിരമിച്ചു കഴിഞ്ഞപ്പോൾ ആ കളവനെ പിടിച്ച് വീണ്ടും രാജ്യസഭയുടെ അംഗമാക്കി. കാരണം ആ കളവൻ ഈ പാർട്ടിക്ക് വേണ്ടി, സാമ്പ്രദായ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഇവരുടെ വാദം. അപ്പോൾ അവര് ആ കളവനെ തന്നെ ഉദ്ദേശിച്ചു മാത്രമല്ല, അതുപോലുള്ള കളവന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയും വോട്ടവകാശത്തിന്റെ സംരക്ഷണവും ശക്തിപ്പെടുത്തുക, സ്ത്രീകൾക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും സമഗ്രമായ ഭരണഘടനാപരവും സ്ഥാപനാപരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ചെയ്യുക. പരമ്പരാഗത രീതിയിൽ തെരഞ്ഞെടുപ്പ് അധികാരം നേടുകയോ കരിയർ രാഷ്ട്രീയക്കാരെ സ്വാഗതം ചെയ്യുകയോ ചെയ്യുന്നതിലുപരി പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിരന്തര സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ജനകീയ നിരീക്ഷക ശക്തിയായിരിക്കാനാണ് ഈ പ്രസ്ഥാനം സ്വയം അവതരിപ്പിച്ചത്. അപ്പോൾ വെർച്വൽ ലോകത്ത് നിന്ന് യഥാർത്ഥ തെരുവുകളിലേക്ക് ഇവരിറങ്ങുവാൻ കൂടെ മടി കാണിച്ചില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമുക്കറിയാം, ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പം ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ന പാർട്ടി ഇല്ല
ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം. എന്നോട് തന്നെ പല ആളുകൾ, പ്രത്യേകിച്ച് സംഘപരിവാറുമായിട്ട് ചേർന്നുകൊണ്ട് നിൽക്കാൻ തക്കവണ്ണം ക്രൈസ്തവരെ എല്ലാം കൂടെ സംയോജിപ്പിച്ച് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം, നമുക്കിവിടെ ഒരു സ്പേസ് ഉണ്ട്, അച്ഛനൊന്ന് മുന്നിട്ടിറങ്ങിയാൽ മതി എന്നൊക്കെ ചില സംഘപരിവാറിൻ്റെ ആശയങ്ങൾ തലയിൽ പേറുന്ന ചില ആളുകളൊക്കെ പറയുണ്ടായി. എനിക്ക് തമാശയായിട്ടാണ് അത് തോന്നിയത്. കാരണം ഇവിടെ സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം. എന്തിനാണ് ഈ പറയുന്ന ആളുകൾക്കൊക്കെ അതുകൊണ്ട് ചില പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ, അവർക്ക് സാമ്പ്രദായ രാഷ്ട്രീയത്തിൽ നിന്ന് മടുപ്പ് തോന്നിയുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന, തമാശിക്കാനല്ലാതെ എന്തിന് ഇതിനൊക്കെ കൊള്ളാം, യാതൊരു ഗുണവും മണവും ഇല്ലാത്ത കുറേ എണ്ണം ഈ അടുത്ത സമയത്ത് കേരളത്തിൽ ഉണ്ടാക്കി ഒരു വർഷം കഴിയുന്നതിലൂടെ അവർ തന്നെ തല്ലി പിരിഞ്ഞ് പോകും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യരുടെ സമൂഹത്തിലുള്ള ആളുകളുടെയൊക്കെ ശ്രദ്ധ പറ്റാൻ വേണ്ടിയിട്ട് ഷെയ്ം ഓൺ യു എന്ന് മാത്രമേ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയുള്ളൂ. എന്നാൽ ഇവരങ്ങനെയല്ല. അവര് യഥാർത്ഥ പ്രശ്നവുമായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ മാത്രം ഇരുന്നില്ല. അവർ യഥാർത്ഥ പ്രശ്നവുമായി തെരുവുകളിലേക്ക് ഇറങ്ങി. അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഒരു തമാശയായി ആരംഭിച്ച ഈ പ്രസ്ഥാനം വളരെ വേഗത്തിൽ യഥാർത്ഥ സാമൂഹ്യ പ്രതിഷേധമായിട്ട് രൂപപ്പെട്ടു എന്നുള്ളതാണ് CJP കുറിച്ച് നമുക്ക് പറയാനുള്ളത്. 2026 ജൂണോടെ പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചകളും സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് ഇത് ഒത്തുചേർന്ന് ന്യൂഡൽഹിയിലെയും മറ്റ് നഗരങ്ങളിലെയും തെരുവുകളിലേക്ക് ഇവർ വ്യാപിച്ചു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ പ്രതിഷേധക്കാർ പലപ്പോഴും കോക്രോച്ചിനെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങൾ ധരിച്ചോ പ്രദർശിപ്പിച്ചോ പ്രതിഷേധങ്ങളിലൊക്കെ പങ്കെടുത്തു. ഡിജിറ്റൽ യുഗത്തിലെ ആക്ഷേപഹാസ്യത്തെയും ഫൈസ് അഹമ്മദ് ഫൈസിൻ്റെയും അതുപോലെ സാഹിർ ലുധിയാൻവിയുടെയൊക്കെ വിപ്ലവ കവിതകളെയും ഒരുമിച്ച് ഈ സമരങ്ങൾ ജെൻസി തലമുറയുടെ ഡിജിറ്റൽ വൈദഗ്ധ്യം അവരുടെ ചരിത്രബോധത്തെ ഒരു വിധത്തിലും ക്ഷയിപ്പിച്ചിട്ടില്ലെന്ന് വളരെ ഭംഗിയായിട്ട് അവർ തെളിയിച്ചു. ആ പാട്ടുകളൊക്കെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അവർ വേഗത്തിൽ തന്നെ കുടി കൊള്ളിച്ചു. അതുപോലെ തന്നെ സൂട്ട് ധരിച്ച് കൊക്രോച്ചുകളുടെ അതൊക്കെ AI സൃഷ്ടിച്ച ചിത്രങ്ങളിൽ നിന്ന് ആരംഭിച്ച പരിസ്ഥിതി ശുചീകരണ പ്രവർത്തനങ്ങളിലേക്കും വൻ വിദ്യാർത്ഥി സമരങ്ങളിലേക്കും വ്യാപിച്ച ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതി ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ശ്രദ്ധയൊക്കെ ആകർഷിക്കുകയും ചെയ്തു. 2026 ഏറ്റവും ശ്രദ്ധേയമായ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ ഒന്നായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ചരിത്രത്തിൽ ഇടം തേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അധികാര കേന്ദ്രങ്ങളുടെ അവഹേളനത്തെ നേരിടാൻ നർമ്മവും ആക്ഷേപഹാസ്യവും എത്ര ശക്തമായ ആയുധങ്ങളാക്കാമെന്ന് ഈ പ്രസ്ഥാനം കൃത്യമായിട്ട് തെളിയിച്ചു. തങ്ങളെ അപമാനിക്കാൻ ഉപയോഗിച്ച ഒരു പദത്തെ തന്നെ അഭിമാനത്തിന്റെ പ്രതീകമാക്കി അവർ മാറ്റിക്കൊണ്ട് തൊഴിലില്ലായ്മ, സ്ഥാപനങ്ങളിലെ അസുതാര്യത, വ്യവസ്ഥാപിതമായ അസമത്വം തുടങ്ങിയ യഥാർത്ഥ സാമൂഹ്യ പ്രശ്നങ്ങളെ നേരിടാൻ ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തെ യുവജനങ്ങൾ നിർബന്ധിതരാക്കി തീർത്തു. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഭാവിയിൽ സ്ഥിരമായ ഒരു സംഘടനയായിട്ട് നിലനിൽക്കുമോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക സാമൂഹ്യ പ്രതിഭാസമായിട്ട് മാത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമോ എന്നത് ഭാവി തീരുമാനിക്കട്ടെ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ആധുനിക പ്രതിഷേധ രാഷ്ട്രീയത്തിന്റെ ഭാഷയെ അത് ശാശ്വതമായി മാറ്റിമറിച്ചു എന്നുള്ളത് ഈ തലമുറയിൽ ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു തലമുറയോട് നിങ്ങൾക്ക് ഈ വ്യവസ്ഥയിൽ ഇടമില്ല എന്ന് പറയുമ്പോൾ അവർ ആ വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് തന്നെ ആക്ഷേപഹാസ്യത്തിന്റെ ഒരു പുതിയ സാമ്രാജ്യം പണിയാൻ തക്കവണ്ണം മടിക്കുന്നില്ല എന്ന് ഈ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തോട്, ലോകത്തോട്, ഈ തലമുറയോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് CJPക്ക് ഒരു ബിഗ് സല്യൂട്ട്.